അല്ല ചേട്ടാ, അത്ര സമയം വിളിക്കുന്നത് എവിടെയായിരുന്നു? എന്താ മോനെ അതിന്റെ കഥയൊന്നും പറയണ്ട. അതെ, ഒരു 3-4 പെണ്ണുങ്ങൾ വന്ന് വീട്ടിലേക്ക് രാവിലെ വർത്താനം എന്ന് പറഞ്ഞ പൂരോ വർത്താനം എന്നാ പറയുന്നത്. പഞ്ചായത്തിലൂടെ എല്ലാരും കുറ്റവും കുറവായി പറയും. 2 പെണ്ണുങ്ങൾ കൂടിയാ പിന്നെ വാർത്ത കഥ പറയാം. നമ്മുടെ സൈത്തിനെ കുറെ അല്ല കാണാതെ. ഓനെന്നാ പണി, രാവിലെ ഇങ്ങനെ ഇറങ്ങും, ആടെ പോയിട്ട് സ്കൂളിന് മുമ്പിൽ ഒരു ഓഫീസിൽ നിന്ന് പറഞ്ഞ് തുറന്നു വെച്ചാടിയിരിക്കും. 24 മണിക്കൂർ ഇങ്ങനെ കുത്തി കളിക്കുന്നുണ്ടോ? അല്ല, ഫോണിലെ ഒരു ബുള്ളറ്റില് ബാക്കിൽ മുമ്പിലെല്ലാം വലിയ ബാഗെല്ലാം വെച്ചിട്ട് പറക്കുന്നത് എന്തോലൊക്കെ എനിക്ക് ഭ്രാന്തായി പോയ. പണിക്കൊന്നും പോകില്ല. ഇവിടെ ഗൾഫ് മതിയാക്കിയാലും ഒന്നുമില്ലടോ. അതെല്ലാം നശിച്ച് ഇങ്ങനെ നാറാണക്കല്ല ആളെ കണ്ണു മെയിൻ ഇപ്പം ബായി നോട്ടായിരിക്കും. അതിന്റെ കാര്യം കാണി രാവിലെ പോയാൽ മതി. അതിന്റെ മുകളിലല്ലേ ഇരിക്കുന്നുണ്ടോ ഇങ്ങനെ ഡേഞ്ചർ പൊന്നമുത്ത് വരുന്നുണ്ടല്ലോ. സൈറ്റ് എന്തുണ്ട് വിശേഷം? എന്ത് പരിപാടി? നീ എവിടെയാണ് കാണാനേ ഇല്ലേ? ചെറിയ പരിപാടി. എന്ത് ചെറിയ പരിപാടി? നീ ഭയങ്കര സെറ്റപ്പ് ആയി പോയി. നമ്മളെ പോലെയാ. ഇരുന്നിരുന്നു. ഹലോ, ഹലോ. എന്ത് പരിപാടി? ഫോൺ നമ്പർ കണ്ടാ വിചാരിക്കുമ്പോ വലിയ ആളാണ്. പത്രാസെല്ലാം കണ്ടിട്ടല്ലേ? അതെയാ, കേസെല്ലാം എന്തെല്ലാന്ന് എന്നിട്ട് ആരും ഒന്നും പറയുന്നത് കേട്ടില്ലടാ. പുറത്ത് പറയാൻ കൊള്ളൂല. അമ്മാതിരി കേസാണ്. കണ്ടായിരിക്കും അല്ലേ? എന്നിട്ട് എന്തെല്ലാം വിശേഷം? നല്ല വിശേഷം. എത്ര ദിവസമായിട്ട് മഴ ഇങ്ങനെ വീഴുന്നു, ഒരു രക്ഷയില്ലല്ലോ. എന്ന് ചെയ്യേണ്ടെന്ന് അല്ലേ? അതേ മഴയല്ലേ ഇപ്പൊ, കണ്ടിന്യൂ മഴ 2 ദിവസമായിട്ട്. എന്നാ ഞാൻ പോയിക്കോട്ടെ. എന്നാ തിരക്ക്? എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട്. സമീർ പാടായില്ലേ? അല്ലേ, അത് വേണ്ട. ഇനി ഞാൻ പോയാല് അന്നെ നിശ്ചയിക്കേണ്ട പരിപാടിയായിരിക്കും. എന്തേ പോകുന്നില്ലേ? ഇല്ല, കുറച്ച് രൂപ. പരസ്പരം കുഴിക്കുന്ന കുഴികളിൽ പതിക്കുമ്പം കുലുമാൽ